വെൽക്കം ബാക്ക് ടു ആഭാസം വ്ലോഗ്. നമ്മളിന്ന് മഴയത്ത് ട്രിപ്പ് പോവുകയാണ്. കാർത്തിക് പറയൂ. മഴയത്ത് മന്തി കഴിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. മന്തിയും കറണ്ട് പോവും, AC ഉണ്ടാവില്ല. ചൂടത്തിരുന്ന് മന്തി വെച്ചതിന്റെ ഫ്രസ്ട്രേഷനിൽ നമ്മൾ മഴയത്ത് ഇറങ്ങി പോകും. അതെ, കാർത്തിക് പറഞ്ഞ വളരെ ശരിയാണ് ഗൈസ്. അതെ, എന്റെ മൈക്ക് ഇത് പിടിക്കണ്ടോന്ന് അറിയില്ല, വല്ലാത്ത മഴയാണ്. അതെ, നമ്മൾ എങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് പിടിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആവാണ്. സത്യം. നമ്മളിന്ന് മറ്റേ വീണ് കിടന്ന കുറെ ഡിവൈഡർ നമ്മൾ എടുത്തു വെച്ചു. അതെ, ആ ഡിവൈഡർ ഉണ്ടോ നിങ്ങൾ ആ കിടക്കുന്നത്? അതുപോലത്തെ പല ഡിവൈഡറുകളും നമ്മൾ എടുത്തു വെച്ചു. നമ്മളെ കാണുന്ന എല്ലാരും മക്കളെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മള് ഇന്ന് ഈ നാടിന്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് മച്ചന്മാരെ. ഓ അയ്യോ, അത് പവർ സ്കൂട്ടറാണ്. അതെ, അപ്പൊ എന്താ പറഞ്ഞേ, ബ്രേക്കില്ല. വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് കുറച്ച് സ്കീമാണ് ഓടിക്കാൻ. മൊത്തത്തിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലായി, നമ്മളെ ലൈഫ് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. സത്യം എന്താ പറഞ്ഞേ? സത്യം. അപ്പൊ ഇത് കണ്ടോ, ഇവൻ റോങ് സൈഡിലൂടെയാണ് ഓടിക്കുന്ന വണ്ടി. ഇവര് വണ്ടി ഓടിക്കാൻ അറിയുന്ന പോലെ എനിക്ക് തോന്നില്ല. എടാ കൈ രണ്ടു അവിടെ ഈ വണ്ടി നമ്മളെ ഹോൺ അടിച്ചു വിടുവാണ്. ഏതാണ് ഈ വണ്ടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ താഴെ കമന്റ് ഇടുക. ബ്രേക്ക് ഇല്ലാത്തോണ്ട് അല്ല കയറ്റി പിടിച്ചാൽ. അതെ, ബ്രേക്ക് ഇല്ലാത്തോണ്ട്, അല്ലെങ്കിൽ അതിനുള്ളിൽ അടിച്ച് കയറിയാകുമ്പോ എന്താ പറയുന്നത്? ഇല്ല മതിയാക്കല. ഇതാണ് നമ്മള് അടുത്ത യൂട്യൂബ് വീഡിയോ മച്ചാമാരെ. അപ്പൊ നമ്മള് വളരെ ശേഷം ലോങ് ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്നാ പുതിയ എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കാം. അവിടെ കോളേജിൽ നിന്ന് വരാം. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ കുറെ ഫോളോവേഴ്സും കുറെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ പുതിയ വീഡിയോസ് വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. പ്രത്യേകിച്ച് അൽബേനിയയിലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആലോചിക്കണം. അതെ, അൽബേനിയയിൽ നമ്മളൊരു പ്രത്യേക തരം സുഹൃത്തുണ്ട്. പേരറിയോ മച്ചാനെ? പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അതൊരു അജ്ഞാത സുഹൃത്താണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, നമുക്ക് പാൻ ഇന്ത്യ ആയി ശരിക്കും. ഞാന് നമ്മളെ ചാനലിന്റെ സ്റ്റാറ്റ്സില്ല, മറ്റേ യൂട്യൂബില് നമ്മളെ സ്റ്റുഡിയോ സ്റ്റാറ്റ്സ് ആണ്. അപ്പൊ ഈ സ്റ്റാറ്റ്സിൽ പറയാ നമ്മളെ വാച്ചേഴ്സ് ഇന്ത്യയിൽ നിന്നുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് UAE ഗൾഫ് കൺട്രിയാണ്, ഗൾഫ് കൺട്രിയിൽ നിന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൽബേനിയ, യൂറോപ്യൻ കൺട്രിയാണ്. വായിക്കേറ്റൊക്കെ മൈക്കിന്ന് കിട്ടൂല വെച്ചാൽ ഭയങ്കര കാറ്റാണ്. അപ്പൊ നമുക്ക് അൽബേനിയന്ന് വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വ്യൂവേഴ്സ് ഉണ്ട്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ അവിടുന്ന് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ നമ്മളിത് ഹെൽമെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ ആരും ഇതുപോലെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാർത്തിക് ഇതുപോലെ. എന്താ പറഞ്ഞ കാർത്തിക്? ഭയങ്കര മഴയാണ്. ഒരിക്കലും മഴയത്ത് ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്ത ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ട് ഇറങ്ങി. ഇതുപോലത്തെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഉറപ്പായിട്ടും അപകടം ഉറപ്പാണ്. അപകടം എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് നമുക്ക് തിരിയൂല. നമ്മൾ അപകടം വരുന്നു എന്ന് വിചാരിച്ചിരുന്നാലേ അപകടം വരുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപകടം വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അപകടം വരാത്ത രീതിയിൽ നമ്മൾ പോകണം. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം ഒന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ പോകേണ്ട വരും നമ്മൾ ആവശ്യമില്ലാതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താ മനസ്സിലായി? നമ്മൾ കോളേജ് എത്താനായിട്ടില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള സാധനം സംസാരിക്കാം. പറയാൻ പറ്റില്ല, നമ്മുടെ ലോകത്ത് ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഇൻസ്റ്റഗ്രാമിൽ റീൽ ഉണ്ടാക്കി അങ്ങ് കേറി വരും 200 കോടി അടിച്ച്. മലയാളം ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി അങ്ങ് തൂക്കി അടിച്ചിലേക്കോ. നമ്മുടെ മമ്മൂക്കയ്ക്ക് പോലും ഇല്ല ഒരു 100 കോടി. നമ്മളെ ഹിറ്റാച്ചി മമ്മൂട്ടിച്ചിക്കാക്ക് പോലും ഒരു 100 കോടി ഇല്ല. ഇതുവരെ എന്റെ അറിവിൽ കളങ്കാവിൽ അടിച്ചിട്ട് 67 കോടി. വെറും 67 കോടിയാണ് ഗൈസ് നമ്മളെ മമ്മൂട്ടിച്ചിക്കാക്ക് ആകെ അടിച്ചിട്ടില്ല. വെറും 67 കോടിയാണ്. അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട് 1 മില്യൺ ലൈക്ക് അടിക്കുന്ന കുറെ അവന്മാര് വന്നിട്ട് മലയാളം ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി അങ്ങ് തൂക്കിയിരിക്കുക. ഇപ്പൊ നമ്മളെ ഓക്കെ, സോ ഇപ്പൊ നമ്മളെ പാട്രിയറ്റ് മൂവി റിലീസ് ആയിരിക്കുവാണ്. നമ്മളെ മമ്മൂട്ടിച്ചിക്ക, നമ്മളെ ലാലിച്ചിക്ക, നമ്മളെ കുഞ്ചിക്ക, നമ്മളെ ഫാഫയിക്കൊക്കെ കൂടിയിട്ട് ഒരു കൊളാബാണ് മൊത്തത്തില്. പക്ഷെ അതിന്റെ കഥ വെച്ച് നോക്കുമ്പോ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് മോശമാണെന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റ്സിൽ ഇടുക. പിന്നെന്തായിരുന്നു മച്ചാനെ? പിന്നെ
കാണാത്ത സിനിമയെ പറ്റി നമ്മൾ ആവശ്യമില്ലാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ലെങ്കിലും നമുക്ക് കണ്ടു നോക്കിയിട്ട് പറയുന്നല്ലേ റഹാബെ അത് നല്ലത്. അതെ അത് പറഞ്ഞത് വളരെ ശരിയാണ് മിസ്റ്റർ കാർത്തിക് പ്രദീപ്. താങ്ക് യു. വെൽക്കം ടു ആവാസം. കാർത്തിക് പറഞ്ഞ അടുത്ത കാർത്തിക് ഒരിക്കലും ഇങ്ങനെ ഒരു വ്ളോഗ് കേരളത്തിൽ ആരും ഇട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല, ഇത് വളരെ ഇൻസ്റ്റന്റേനിയസ്, വളരെ മനോഹരമായ ഷോട്ടുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നമ്മളെ നെല്ലിമറ്റൻ ടൗണിലോട്ട് മഴ പെയ്ത്. അയ്യോ ക്യാമറ ഒന്ന് ക്ലീൻ അങ്ങനെ പറയണ്ട, മറ്റവർക്ക് മനസ്സിലാവും. ഓ കുതിര. ഓക്കെ, അപ്പൊ നമ്മളെ എറണാകുളം ജില്ലയിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മച്ചാമാരെ. നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് എന്റെ തൊണ്ട മമ്മൂട്ടിച്ചിക്ക. അപ്പൊ നമ്മളെ ബാക്കിലൊരു വണ്ടി ഒരേ ഹോൺ അടിക്കുന്നുണ്ട്. വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. വണ്ടി ഓവർടേക്ക്. അയ്യോ പൈസ കൊണ്ടുവന്ന വണ്ടിയാ, നമുക്ക് ഹൈറ്റാക്കി ചെയ്താലോ. അതിലും വലിയ റൈഡാണ് ഇവിടെ നടക്കുന്ന മച്ചാമാരെ. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗിന് ഇവിടെ വിട പറയണോ? അയ്യോ എന്താണ് കാർത്തിക് നീ കാണിക്കുന്നത്? നിന്റെ നോട്ടം ഈ റോട്ടിലല്ലേ നോക്കണ്ടേ കാർത്തിക്? ഈ റോട്ടിലല്ലേ നോക്കണ്ടേ? പാസഞ്ചർ ആണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നീ നോക്കുന്ന കണ്ടിട്ട് വണ്ടിയാണ് നീ ശ്രദ്ധിച്ചത് വേറെ എന്തോ ആണ്. ഇല്ല, ശരിയാണ്. നീ നോക്കുന്ന ഈ റോഡിലേക്കാണ് നീ കണ്ണടിച്ചോടിക്കൂട്ടാ. കണ്ണടിച്ചോടിക്കല. അയ്യോ കാർത്തികേ, കണ്ണടിച്ചോടിക്കല കാർത്തിക്. അയ്യോ കാർത്തിക്, കണ്ണടിച്ചോടിക്കല കാർത്തിക്. അയ്യോ അയ്യോ. അങ്ങനെ മനോഹരമായ ഇന്നത്തെ വ്ളോഗ് ബാക്കി പറ. നമ്മുടെ ഒരു വിരാമത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു 3 വളവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് എത്തും. നമുക്ക് കിടത്തിയൊക്കെ വളയ്ക്ക ഈ വളവ്, പക്ഷെ ഇപ്പൊ വളച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മൂലയ്ക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളെ കോളേജിലൊരു പയ്യനുണ്ട്, അവന്റെ പേര് ഇല്യാസ് എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എത്താൻ പോകുന്ന പ്രശസ്തമായ ഇല്യാസിന്റെ മുക്ക്, ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അത് വളരെ ഫേമസ് ആണ്. ഇല്യാസ് അവിടെ കിടന്നിട്ടുണ്ട് മൊത്തത്തില്. ഇല്യാസ് കിടന്ന സ്ഥലം ഇല്യാസ് മുക്ക്. നമ്മുടെ ഇല്യാസ് മുക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിതാ പൊക്കോണ്ടിരിക്കുന്നു. വണ്ടിക്ക് സ്പീഡില്ലല്ലോ മച്ചാനെ. അയ്യോ ബ്രേക്കില്ല. ഓവർടേക്ക്. വാട്ട് എ ഷോട്ട്. അങ്ങനെ നമ്മൾ ഇല്ലിമുക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഇല്ലിമുക്ക് ഗൈസ്. ഇവിടെയാണ് ഇല്യാസ് കിടന്നത്. ഇല്യാസ് കിടന്ന ലൊക്കേഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഓ ബൈക്ക്. അങ്ങനെ ഇല്യാസ് കിടന്ന ലൊക്കേഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത്. കാർത്തിക് നിങ്ങൾ സൈഡ് മിററിൽ നോക്കിയാൽ കാർത്തിക്കിന്റെ ഹീറോയ്ക്ക് ഷോട്ട്. അയ്യോ വെള്ളേക്ക്. പൊട്ടിച്ചേ. അങ്ങനെ നമ്മളെ കോളേജ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കോളേജിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. മഴ പെയ്യുന്ന കോളേജ്. അതോ വണ്ടി ഓഫായി ഓർവും. ഓ കാർത്തിക്, വാട്ട് എ ഷോട്ട് കാർത്തിക്. അതെ, വാട്ട് എ സീൻ. ഇതാണ് കാർത്തിക്. നമ്മളെ കോളേജിലേക്ക് വണ്ടി കയറ്റുകയാണല്ലോ മച്ചാമാരെ. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. കാർത്തിക് എന്താണ് അവസാനമായിട്ട് നിങ്ങൾക്ക് പറയാം? ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത വ്ളോഗുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമുക്ക് ഇനിയും ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ കാർത്തിക് ഇനിയും നമ്മളോട് ഒരു വീഡിയോ എടുക്കാൻ തിരിച്ചു വരുന്നതായിരിക്കും.
അതുവരെ സൈനിങ് ഓഫ് ആഭാസം വ്ലോഗ്സ്.